നമസ്കാരം, ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പു. കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ ഞെട്ടിച്ച ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതിൽപ്പെട്ടവർ നിരവധി പേരാണ്. നൂറുകണക്കിന് ആളുകൾ അതിൽ മരിച്ചപ്പോൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾ, മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യ, ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവ്, സഹോദരി സഹോദരന്മാരെ നഷ്ടപ്പെട്ടവർ, രക്ഷപ്പെട്ടവരിൽ തന്നെ സ്വന്തം വീട് നഷ്ടപ്പെട്ടവർ, മറ്റെല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടവർ, ജീവിതം വഴിമുട്ടിയവർ, അങ്ങനെ പല വിധത്തിലുള്ള ആളുകളുണ്ട്. അവർക്കെല്ലാം ഉണ്ടാകുന്ന മാനസിക ആഘാതം, സംഘർഷം, അതിന് എങ്ങനെ മോചനം നേടാം എന്നാണ് ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്. കാരണം കരയാനും പറയാനുമുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി സമാധാനിപ്പിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ പെടുന്ന ആളുകളുടെ മാനസികാഘാതം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അവരുടെ മനസ്സിൽ തീയാണ്. അത് അണയ്ക്കുവാനുള്ള മാർഗങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാനുള്ളത്. ഇത്തരത്തിലുള്ള ട്രോമ, ഇത്തരമുണ്ടാകുന്ന ദുരന്തങ്ങളിൽ പെട്ടുന്ന മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന ആഘാതത്തിൻ്റെ പ്രതികരണമാണ് ട്രോമയായിട്ട് മാറുന്നത്. അത് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച നടത്തുന്നത്. ഇതേക്കുറിച്ച് പറയാൻ ഞാനാണല്ല, കാരണം ആധികാരികമായി പറയാൻ എനിക്കിതേക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഇതേക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിവുള്ള, കേരളത്തിന് അകത്തും പുറത്തും പ്രശസ്തമായ ന്യൂറോ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലിയാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഇത് നമ്മൾ വലിയൊരു ദുരന്തത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. എത്രയോ ആളുകൾ മരിച്ചു. മരിച്ചവരെക്കാളേറെ വലിയ രക്തസാക്ഷികൾ ജീവിച്ചിരിക്കുന്നവരാണ്. സത്യം. കാരണം മരിച്ചവർ മരിച്ചുപോയി. അവർക്ക് നഷ്ടപ്പെടുന്ന അവരുടെ സ്വന്തക്കാരാണ്, പ്രിയപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ആളുകളുടെ മനസ്സ് വലിയൊരു മാനസിക ആഘാതമുണ്ട്. ഈ അവസരത്തിൽ ഡോക്ടറെ പോലെയുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടി പലതും ചെയ്യാൻ കഴിയും. അവരുടെ മാനസിക ആഘാതത്തെ ആണല്ലോ നമ്മൾ ട്രോമ എന്ന് പറയുന്നത്. ഈ ട്രോമ ഉണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഇതില് മെന്റൽ ട്രോമ നമുക്ക് പറയാം. മെന്റൽ ട്രോമ എന്ന് പറയും മനസ്സിനെ ബാധിക്കുന്ന വ്രണങ്ങളാണ്. അത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഫക്റ്റിൽ ചിലപ്പോൾ നമുക്ക് അത്ര ഫീൽ ചെയ്തോളണമെന്നില്ല. ചില ആളുകളിൽ അക്യൂട്ട് റിയാക്ഷൻസ് ഉണ്ടാവും. അതിന് അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്നൊക്കെ പറയും. അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആഫ്റ്റർ ആ ഇൻസിഡന്റിന് ശേഷം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. നമ്മളെ വേണ്ടപ്പെട്ടവര് ഉറ്റപ്പെട്ടവരൊക്കെ മരണപ്പെടുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാവും. പക്ഷെ നോർമലി എന്താ സംഭവിക്കുക വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിങ്ങനെ നോർമാലിറ്റിയിലേക്ക് വന്ന് മറവി ഒരു അനുഗ്രഹം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മറവി ഉള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞ് കാഠിന്യം കുറഞ്ഞ് നമ്മൾ നോർമാലിറ്റിയിലേക്ക് പോവുക ചെയ്യാം. നമ്മൾ വളരെ അടുത്ത ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ അങ്ങനെ സംഭവിക്കും. പക്ഷെ ചില ആളുകളിൽ ഈ മറവി അത്ര എളുപ്പമാവില്ല. അവർക്ക് പിന്നെയും തേട്ടി വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് അമ്മമാർക്ക് സ്വന്തം മക്കളെയൊക്കെ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആക്സിഡന്റ്സിലൊക്കെ, കാർ ആക്സിഡന്റ്, ബൈക്ക് ആക്സിഡന്റ്, ഇതിലൊക്കെ കൊച്ചിനൊക്കെ തന്റെ മുമ്പിൽ വെച്ച് മരണപ്പെടുമ്പോൾ ആ ആറ്റ് നോവ് സഹിച്ചിട്ട് വന്നിട്ടുള്ള ആ പ്രസവിച്ച അമ്മയ്ക്ക് ആ രക്തബന്ധത്തിന്റെ മുകളിലുള്ള ആ ഫീലിങ്സ് പെട്ടെന്ന് തടയാൻ സാധിക്കില്ല. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരു സൈക്യാട്രിക് ഡിസോർഡർ ആയിട്ടാണ് കാണിക്കുക. ഈ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ ഇമ്മീഡിയറ്റ് ആഫ്റ്റർ ദ ഇൻസിഡന്റ് ആണ് വരിക. പക്ഷെ ചില ആളുകൾക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് വരും. പക്ഷെ അത് പെർസിസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കും. അപ്പോൾ പല കാട്ടിക്കൂട്ടലും അബ്നോർമലായിട്ട് ബിഹേവിയർ ചെയ്യും. കണ്ണ് പുറത്തോട്ട് കാണിക്കുക, തള്ളി കാണിക്കുക, ഒരു ശരിക്കും ഒരു മാനസിക രോഗിയുടെ വിഭ്രാന്തികളെ കാണിക്കും. ഉറക്കില്ലായ്മ, പേടി. പിന്നെ ചില കുട്ടികൾ, ഇപ്പൊ ഞാനൊരു കുട്ടിയുടെ കഥയാണ് ഓർക്കുന്നതെങ്കിൽ ആ ചില കുട്ടികളെ കാണുമ്പോൾ കമ്പാരിസൺ വരും. എന്റെ കൊച്ചും ഇതുമാതിരിയുള്ള കുട്ടിയാണല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ അതിന് ഉടലെടുക്കുന്ന ആ സൈക്യാട്രിക് സിംപ്റ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ഒരു അധികമായിട്ട് വരുമ്പോ മാനേജ് ചെയ്യാൻ പ്രയാസം ഉണ്ടാകുമ്പോഴാണ് ഞങ്ങളെ പോലത്തെ ആളുകളുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് എല്ലാവരും പറയാന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് ആയി കൂടെ വരുന്ന കുറ്റപ്പെട്ടവരൊക്കെ അവരൊക്കെ അങ്ങോട്ട് പറയാ ഒരു കൗൺസിലിങ്ങിന് വന്നാന്ന്. സത്യത്തില് ആ സമയത്ത് കൗൺസിലിംഗ് എഫക്റ്റ് ആയിക്കൊള്ളുന്നില്ല. വൈ? ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് റെസ്റ്റ്ലെസ് ആണ്. റെസ്റ്റ്ലെസ് മൈൻഡിനോട് നമ്മൾ സംസാരിച്ചാൽ അത് എത്രത്തോളം അക്സെപ്റ്റൻസ് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോ നാസജിക്ക് ഒരു ചെറിയ വിഷമം ഉണ്ടായി. ആ വിഷമത്തിന് എന്റെ അടുത്തൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വരികയാണ്. പക്ഷെ ഞാൻ കുറെ സമാധാന വാക്കുകളൊക്കെ പറയുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ചെറിയ റിലീഫ് ഒക്കെ കിട്ടും. പക്ഷെ അത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലൊരു പ്രശ്നമാണ്,
അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നമാണ്. ആ പ്രശ്നം നിങ്ങൾ വീട്ടിൽ ആ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും പ്രശ്നം വന്നുകൊണ്ടിരിക്കും. ഒരു ബാക്കപ്പ് നിർബന്ധമാണ്. അപ്പോ ചില കേസുകൾ നമുക്ക് ആ കൗൺസിലിംഗിലൂടെ, അതായത് സൂപ്പർഫിഷ്യൽ ആയിട്ടേ ഉള്ളൂ, നിങ്ങൾ ഡീപ്പായിട്ട് നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ലെങ്കിൽ. പക്ഷെ ചില കേസുകൾക്ക് അത് ഉള്ളോട്ട് ബാധിച്ചു തുടങ്ങി, നമ്മളെ ഓർഗൻസിനൊക്കെ, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും, സന്ദേശങ്ങൾ കൈമാറുന്ന ചില ന്യൂറോ കെമിക്കൽസ് ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. അതിലുള്ള ചില ഏറ്റ വ്യതിയാനങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ മൂഡ് ചേഞ്ചസ് വരും, അത് നോർമാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്നില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ചില മെഡിസിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അപ്പോഴാണ് അത് വിജയിക്കുക പൂർണ്ണമായിട്ട്. അതേസമയം ഈ മെഡിസിന്റെ കൂടെ വേണ്ട നെസസറി ആയിട്ടുള്ള സൈക്കോതെറാപ്പി, കൗൺസിലിംഗ് കൂടി കൊടുക്കുകയാണെങ്കിൽ മോർ എഫക്റ്റീവ് എന്ന് പറയാം. അപ്പൊ ചില കണ്ടീഷൻസിൽ, സൈക്യാട്രിക് കണ്ടീഷനിൽ ഫാർമക്കോതെറാപ്പി പ്ലസ് സൈക്കോതെറാപ്പി ഇസ് മോസ്റ്റ് എഫക്റ്റീവ്. അതെന്നാൽ മെഡിസിനും പ്ലസ് കൂടെ കൗൺസിലിംഗ് കൊടുക്കുക, അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സ്ട്രെസ് റിയാക്ഷൻസ് ഇപ്പൊ ഈ നമ്മളെ ഉരുൾപൊട്ടലിനോട് അനുബന്ധിച്ചിട്ട് ആളുകൾക്ക് ഉണ്ട്. അതാണ് ഇപ്പോ സംഭവിക്കുന്ന ഒരു കുറച്ച് സമയങ്ങളിൽ നമുക്ക് കാണാം. ചിലപ്പോ മാക്സിമം പോയാൽ ഒരു 2 വീക്സ് 1 മന്ത് ഉള്ളിലൊക്കെ കാണാം. അല്ല, ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് ഇതിപ്പോ ഒരു 90% ആൾക്കാർക്കും മാറാം. അതെ. പക്ഷെ ഇതൊരു അക്യൂട്ട് ആയിട്ട് ചില ആളുകളിൽ അത് നിലനിന്നുകൊണ്ട് ഇരിക്കുന്ന അത് ഞാൻ പറയാം. ആ സ്റ്റേജ് കഴിഞ്ഞാൽ, അതാണ് ഇപ്പൊ ആദ്യം നമ്മൾ കാണാൻ ഈ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് ഇപ്പൊ ഈ 2 ആഴ്ച അതെല്ലാവർക്കും ഉണ്ടാവും. ആ ഇമ്പാക്ട് കുറഞ്ഞു വരികയും നോർമാലിറ്റിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ് മെജോറിറ്റി ആൾക്കാർ ചെയ്യാം. അതിന്ന് മാറിപ്പോയേക്കാം. അവർക്ക് സൈക്കോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ് വരാം. ആ കണ്ടീഷൻസിൽ വരികയാണെങ്കിൽ നമുക്ക് മെഡിസിൻ കൊടുത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, ചില ആളുകൾക്ക് സാധാരണ കാണുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഉറക്കമില്ലായ്മ. അവരെ മുന്നിൽ ഇങ്ങനെ നമ്മൾ പിക്ചറൈസ് ചെയ്യാണ്. സ്വന്തം വേണ്ടപ്പെട്ടവരാണല്ലോ പോയിരിക്കുന്നത്, ഇന്നലെ കടന്നവരല്ലേ, ഒപ്പം കടന്നവരല്ലേ. അപ്പൊ അവരെ ഞാൻ ഇടയ്ക്കിടക്ക് വിഷൻ കാണുകയാണ്, എന്റെ ദൃഷ്ടിയിൽ കാണുകയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന പേടി, ആൻസൈറ്റി, പിന്നെ എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോഴുള്ള പേടി. അപ്പൊ ഇതിലൊക്കെ നമ്മൾ വാർത്തയിലൊക്കെ കേട്ടു, ഭയങ്കര ശബ്ദമായിരുന്നു, രാത്രി 1:30 മണിക്ക് ശബ്ദമായിരുന്നു. രണ്ടാമത് റിപ്പീറ്റഡ് എപ്പിസോഡ് വന്നു. അത് വന്നപ്പോഴേക്ക് ശരിക്കും അവിടെ തന്നെ ഇല്ലാതായി. അതും രാത്രി വെളിച്ചമൊന്നും ഇല്ല, കറണ്ടൊന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത്തരത്തില് കംപ്ലീറ്റ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും അവരെ മനസ്സിലൊരു പിക്ചർ ഉണ്ട്. കാരണം അവര് പോകുന്ന ഒരു സ്ഥലമാണല്ലോ, അത് ഒന്നും അല്ലാതെ ആവുകയാണ്. അവര് ഒരു കൂട്ടര് രക്ഷപ്പെടാൻ നോക്കി, ആ രക്ഷപ്പെടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി രക്ഷപ്പെട്ടു. കിട്ടിയ സാധനങ്ങൾ എടുത്തിട്ട് കുട്ടികളെ എടുത്ത് പോയി. അങ്ങനെ രക്ഷപ്പെട്ടവരാണ് ഇപ്പോ ഈ ദുരിതാശ്വാസ ക്യാമ്പ്. അപ്പൊ അവർക്ക് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാതിരി ഒരു ഷോക്ക് ഉണ്ടാവും. ആ ഷോക്കില് ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ റിയലൈസ് ചെയ്യാൻ പറ്റില്ല. ഒരു ആകപ്പോറെ എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ളൊരു പിക്ചറാണ്. ഇനി ഇങ്ങനെ ആളുകൾ വരുന്നു, നിങ്ങളെപ്പോലെ മീഡിയാസ് വരുന്നു, ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഇതൊക്കെ ചോദിക്കുമ്പോൾ ഓരോ പഴയ കാര്യത്തിലേക്ക് വിട്ടു പോകുമ്പോൾ വീണ്ടും ആ വിഷമത്തിലേക്ക് താട്ടി വന്നേക്കാം. അതിലേക്ക് പിന്നെ ഒഴുകി പോവാണ്. അപ്പോ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ ഓരോ ചാനലുകാരും വരുന്നു, ഓരോ ചോദ്യങ്ങൾ വരുന്നു, വ്യത്യസ്ത ചോദ്യങ്ങളായിരിക്കും ചിലപ്പോ. അപ്പോ അതിൽ വരുമ്പോ അവർക്ക് തേടി വരും. ചില ആളുകൾ അതിലൂടെ വെന്റിലേറ്റ് ചെയ്യുമ്പോൾ, ഈ വെന്റിലേറ്റ് യുവർ ഫീലിംഗ്സ് എന്നാ പറയാം. അപ്പൊ നമ്മൾ വെന്റിലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സമാധാനം കിട്ടും. ചില ആളുകൾക്കോ പിന്നെ അത് ഓർമ്മപ്പെടുമ്പോ വീണ്ടും ട്രിഗറായിട്ട് വിഷമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട്. ഇത് കൂടാതെ ഇപ്പോ നാസജി ചോദിച്ച മാതിരി മറ്റൊരു കണ്ടീഷൻ ഉണ്ട്. അത് കുറച്ച് ലോങ് ആയിട്ടാണ് വരിക, കുറച്ച് കഴിഞ്ഞിട്ടാ വരിക. അതിനാണ് പറയാ PTSD എന്ന് പറയും. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അത് PTSD എന്ന് പറഞ്ഞത് കുറച്ച് ലേറ്റർ ഓൺസെറ്റ് ആണ്. ഇപ്പൊ നമ്മള് സുനാമി ഉണ്ടായി, ആ സുനാമിയിൽ കുറെ ആൾക്കാർ വീടും സ്ഥലം നഷ്ടപ്പെട്ടു. അതിന്റെ ആൾക്കാർക്ക് അതിന്റെ ഇമ്പാക്ട് കുറെ കഴിഞ്ഞിട്ടാണ് വരിക. അതുപോലെ ഇപ്പൊ കുറച്ച് 2 കൊല്ലം മുമ്പ് നമുക്ക് പ്രളയം ഉണ്ടായി. ഈ പ്രളയം ഉണ്ടായപ്പോൾ ഉണ്ടായ ഇമ്പാക്റ്റുകൾക്കും വീട് നഷ്ടപ്പെട്ടു, മക്കള് നഷ്ടപ്പെട്ടു, സ്ഥലം നഷ്ടപ്പെട്ടു. ഇത്ര കാഠിന്യമായിട്ടില്ലെങ്കിലും പോയി. ആ പോയ ആളുകൾക്കൊക്കെ പിന്നീട് വരുന്ന ഒരു അവസ്ഥയാണ് ഈ PTSD. ഇത് സ്വാഭാവികമായിട്ടുണ്ടാവും. ഇതൊരു ആൻസൈറ്റി ഡിസോർഡർ ആണ്, ആൻസൈറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങള് നമ്മൾ ഉത്ബോധ മനസ്സിൽ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്ത് കിടക്കുകയും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പുറത്തോട്ട്, പ്രത്യേകിച്ച് ഞാനൊരു ആൻഷ്യസ് പേഴ്സണാലിറ്റി ആണെങ്കിൽ, കുറച്ചൊരു പേടിയും വേവലാതിയൊക്കെ കൂടുതലുള്ള ഒരു വ്യക്തിത്വമാണെങ്കിൽ ഇത്തരം ഒരു സംഭവം ഒരു ഹേതു എന്നൊക്കെ പറയാം, നമുക്ക് നിമിത്തം എന്നൊക്കെ പറയാം. അപ്പൊ അതങ്ങ് ട്രിഗർ ചെയ്തിട്ട് പുറത്ത് ചാടും. അപ്പൊ അത് ഭയങ്കര കാഠിന്യത്തിലേക്ക് എത്തും. അപ്പൊ ഇങ്ങനത്തെ ആളുകളിലേക്ക് ഇനി വളരെയധികം ഈ ഇഷ്യൂനോട് അനുബന്ധിച്ചിട്ട് അവരുടെ കുടുംബങ്ങളും ഉറ്റവരുമായിട്ടുള്ള ബന്ധപ്പെട്ടവർക്ക് വരാം. അപ്പൊ അതിന് നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്കൊരു സപ്പോർട്ടീവ് തെറാപ്പിയാണ് ഏറ്റവും പ്രധാനം. നമുക്കൊരു
മോറൽ സപ്പോർട്ട്. ഇപ്പൊ നിങ്ങളൊരു പ്രശ്നത്തിൽ കിടക്കുമ്പോൾ അതെ അതെ എനിക്ക് ഫൈനാൻഷ്യലി ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് പറ്റിയില്ലെങ്കിൽ പോലും അതെ അത് കഴിയുന്ന ആൾക്കാർക്ക് അത് ചെയ്യാം. അതെ ഇനി അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ സമാധാനിപ്പിക്കാനും നിങ്ങളെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല, നസർജി നമുക്ക് തുടങ്ങാം, നമുക്ക് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ നോക്കാം, നിങ്ങൾക്ക് അതിലൊരു കപ്പാസിറ്റി സ്കില്ലൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് നേടിയെടുക്കാം, പുതിയ ഫൈൻഡ് ഔട്ട് ചെയ്യാം, നമുക്ക് എവിടെയെങ്കിലും ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു സമാധാന വാക്കുകളുണ്ട്. പക്ഷെ നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് ആരുമില്ല, വേണ്ടപ്പെട്ടവരും ഇല്ല, എങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് 1 തുടങ്ങും, എല്ലാം നഷ്ടപ്പെട്ടു, എന്റെ ആകെ ഉണ്ടായ ബിസിനസ്സും നഷ്ടപ്പെട്ടു, എന്റെ വേണ്ടപ്പെട്ട ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ടു, വൈഫും കുട്ടികളും നഷ്ടപ്പെട്ടു, ഞാൻ എന്ത് ജീവിക്കണം എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ മുന്നിൽ വരിക. അപ്പൊ ഈ സമാധാന വാക്കുകളും സപ്പോർട്ടീവ് വാക്കുകളും ഒരു പരിധിവരെ നമ്മൾ ഹെൽപ്ഫുൾ ആകും. അതുപോലെ നമ്മളെ പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകൾ അവർക്ക് വേണ്ട സ്ഥലത്ത് വേണ്ട മാതിരി, വെറുതെ നമ്മളൊരു ജാഡായിട്ടോ ആളുകളെ മുമ്പിൽ ഷോ ചെയ്യാനല്ല, അത് ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാനാണെങ്കിൽ അതിനെന്തെങ്കിലും സഹായിക്കുക, അതിലേക്ക് ഉപകരിക്കപ്പെടുന്നതാണെങ്കിൽ അതും ഉപകരിക്കും. ഇതൊക്കെ കൂടാതെ ഇതൊക്കെ ചെയ്താലും ശരിക്കും പക്ഷെ അവർക്ക് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉള്ള ഒരു നല്ലൊരു മനുഷ്യനാണെങ്കിൽ പോലും അയാൾക്ക് ആ പഴയ പ്രീവിയസ് ലെവലിലേക്ക് എത്താൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ വന്നിട്ടുണ്ടാവും. അത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ മെന്റൽ ട്രോമ കാരണം അവർക്ക് എത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അങ്ങ് കഴിയുന്നില്ല. ആ സമയത്താണ് നമുക്ക് റീഹാബിലിറ്റേഷൻ റിഹാബ് വേണ്ടത്. അത് അവരെ നമ്മുടെ നോർമൽ അവസ്ഥയിലേക്ക് പെട്ടെന്ന് സാധിച്ചോണമെന്നില്ല. നമ്മളെ കൂട്ടത്തിൽ പിടിച്ച് നമ്മളെ കൂട്ടത്തിൽ ഇരുത്തി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പതുക്കെ ടാസ്ക് തന്ന്, അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ജോബ് നഷ്ടപ്പെട്ടവരും വീട് നഷ്ടപ്പെട്ടവരും വേറെ ബിസിനസ് നഷ്ടപ്പെട്ടവരും സമ്പാദ്യം നഷ്ടപ്പെട്ടതും എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നലിന് നമുക്ക് ആരൊക്കെ ഉണ്ട്, നമ്മളെ സ്നേഹിക്കാൻ ആരൊക്കെ ഉണ്ട്, നമ്മളൊപ്പം പ്രവർത്തിക്കാൻ ആരൊക്കെ ഉണ്ട് എന്നുള്ള ആ ഒരു സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം വേണ്ട സിംറ്റംസ് ഉണ്ടാവുന്നതിന് ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാനും ഉറക്കില്ലായ്മയും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റും ആവശ്യമാണ്. സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തൊക്കെ ലക്ഷണങ്ങളാണോ നിങ്ങൾ കാണിക്കുന്നത് ആ ലക്ഷണം സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ചില മരുന്നുകൾ തരും. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോതെറാപ്പി, ആവശ്യമുള്ള സൈക്കോതെറാപ്പി കൗൺസിലിംഗ് കൂടി തരികയാണെങ്കിൽ നമുക്ക് അതിന് മാറ്റിയെടുക്കാൻ പറ്റും. ബട്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. നമ്മൾ കുറച്ച് സമയം അതിന് കണക്കാക്കണം. ഒരു വട്ടം വന്നിട്ട് പെട്ടെന്ന് അങ്ങ് ശരിയാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളുന്നില്ല. ചില വ്യക്തിത്വങ്ങളിൽ അത് സാധിച്ചു എന്ന് വരും. ഇപ്പോൾ ചിലവർക്ക് ടൈം എടുക്കും. അതൊന്നും നമുക്കൊരു ഡോക്ടർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോ ഇവിടെ ഇപ്പോ നമ്മൾ കേരളത്തിലെ ഈ ഉരുൾപൊട്ടലിന്റെ ഇതിലേക്ക് തന്നെ വന്നാൽ വയനാട്ടിൽ ഇപ്പൊ ഒരു 2 ആഴ്ചക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. 2 ആഴ്ചക്ക് ശേഷം ഒരുപാട് ആളുകളിൽ, എന്റെ ഒരു അഭിപ്രായത്തിൽ 100 കണക്കിന് ആളുകളിൽ ഇത്തരം ഒരു ട്രോമ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോ ഒരു ഡോക്ടർ എന്ന നിലയിൽ താങ്കൾക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പബ്ലിക് അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം. നമുക്ക് ലോക്കലായിട്ടുള്ള ഓർഗനൈസേഷനെ ബന്ധപ്പെട്ടിട്ട്, കാരണം ആ ഏരിയയിലല്ലല്ലോ ഇപ്പൊ നമ്മൾ. അപ്പൊ അവിടുത്തെ ലോക്കൽ ഓർഗനൈസേഷന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സക്സസ് ആക്കാൻ പറ്റും. അതൊരു സീരീസ് ആയിട്ട് നടത്താൻ പറ്റും. ചിലത് സീരീസ് ആയിട്ട് ഇപ്പോ സൈക്കോളജിസ്റ്റുകളെ കൗൺസിലിംഗും കാര്യങ്ങളും ആണെങ്കിൽ പോലും ഒരു സൈക്യാട്രിസ്റ്റിന്റെ സഹായത്തോടെ ആ ടീമിൽ ഉണ്ടായിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് ഗോയിങ് ടു പ്രസന്റ്, നിങ്ങൾ എന്താണ് ഗോയിങ് ടു പ്രസന്റ് എന്നുള്ളത് ഞാൻ നിങ്ങളായിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അങ്ങനെ ഒരു ടീം ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് കാലങ്ങളിൽ, അതായത് കുറച്ച് മാസങ്ങളിൽ അറ്റ്ലീസ്റ്റ് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അതിനോടനുബന്ധിച്ച് വല്ല മെഡിക്കേഷനൊക്കെ ഉള്ള ആവശ്യമുണ്ട് തോന്നുന്ന കേസുകളാണെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ അത് ഡോക്ടറെത്തേക്ക് സാധിക്കും, അതാത് സമയത്ത്. തീർച്ചയായിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് വലിയ സന്തോഷം. വീണ്ടും കാണാം. നമസ്കാരം.